ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയത്തിന് നമ്മെ തന്നെ സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ്റെ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. എങ്ങനെയാണ് നമുക്ക് ശുദ്ധീകരണ സ്ഥലത്തിലെ ആത്മാക്കളെ സഹായിക്കാൻ കഴിയുക? സഹായിക്കാനുള്ള ഒന്നാമത്തെ മാർഗം ശുദ്ധീകരണ ആത്മാക്കൾക്കായുള്ള ശുശ്രൂഷയിൽ പങ്കുചേരുക എന്നതാണ്. അതിനുള്ള വ്യവസ്ഥകൾ ലളിതമാണ്. അവയെക്കുറിച്ച് നമ്മൾക്ക് ഇപ്പോൾ ചിന്തിക്കാം. ശുദ്ധീകരണ ആത്മാക്കൾക്കായി എന്നും പ്രാർത്ഥന ചൊല്ലുക. ആഴ്ചയിൽ ഒരു ദിവസത്തെ, സാധിക്കുമെങ്കിൽ ഞായറാഴ്ചത്തെ എല്ലാ പുണ്യപ്രവർത്തികളും പ്രാർത്ഥനകളും സഹനങ്ങളും അവർക്കായി സമർപ്പിക്കുക. എല്ലാ സൽപ്രവർത്തികളും പ്രാർത്ഥനകളും സഹനങ്ങളും ദണ്ഡവിമോചനങ്ങളും അവർക്കായി അർപ്പിക്കുക. പ്രത്യേകിച്ച് എന്തെങ്കിലും പുതുതായോ അസാധാരണമായോ ചെയ്യണമെന്നില്ല. എന്താണ് സാധാരണ ഒരു ദിവസം നാം ചെയ്യുക, അത് കാഴ്ചവെച്ചാൽ മതിയാകും. കഴിയുന്നത്രയും പേരെ ഈ ശുശ്രൂഷയിൽ പങ്കാളികളാക്കുക. ശുശ്രൂഷയ്ക്ക് കഴിവുപോലെ സംഭാവന നൽകുകയും ശുദ്ധീകരണ ആത്മ സന്ദേശങ്ങൾ നന്നായി പ്രചരിപ്പിക്കുകയും ചെയ്യുക. ശുദ്ധീകരണ ആത്മാക്കൾക്കായി കുർബാന അർപ്പിക്കുക എന്നതാണ് അവരെ മോചിപ്പിക്കാൻ ഏറ്റവും ഫലപ്രദമായ മാർഗം. പണത്തിൻ്റെ ബുദ്ധിമുട്ടുകൊണ്ട് കൂടുതൽ കുർബാന അർപ്പിക്കാൻ കഴിയാത്തവർ ഈ നിയോഗത്തോടെ കഴിയുന്നത്ര ദിവ്യബലികളിൽ പങ്കെടുക്കുക. വളരെ ചെറിയ വരുമാനക്കാരനായ ഒരു ചെറുപ്പക്കാരൻ പറഞ്ഞു, ഏതാനും വർഷങ്ങൾക്ക് മുൻപ് എൻ്റെ ഭാര്യ മരിച്ചു. അവൾക്കായി 10 കുർബാന ഞാൻ ചൊല്ലിച്ചു. പിന്നീട് 1000 കുർബാനകൾ അവൾക്കായി ഞാൻ കാഴ്ചവെച്ചു. ധാരാളം ദണ്ഡവിമോചനമുള്ള ജപമാല ചൊല്ലുന്നതും ദണ്ഡവിമോചനം ഉൾക്കൊള്ളിച്ചിട്ടുള്ള കുരിശിൻ്റെ വഴി നടത്തുന്നതും ശുദ്ധീകരണ ആത്മാക്കളെ സഹായിക്കാനുള്ള വളരെ നല്ല മാർഗങ്ങളാണ്. മറ്റൊരു എളുപ്പവും എന്നാൽ വളരെ ഫലപ്രദവുമായ മാർഗം ദണ്ഡവിമോചനമുള്ള കൊച്ചു കൊച്ചു പ്രാർത്ഥനകൾ ആവർത്തിച്ച് ഉരുവിട്ടുകൊണ്ടാണ്. ഒട്ടേറെ പേർ ദിവസത്തിൽ 500ഉം 1000ഉം പ്രാവശ്യം ഈശോയുടെ തിരുഹൃദയമേ ഞാൻ അങ്ങിൽ ശരണപ്പെടുന്നു എന്നതോ ഈശോയെ എന്ന ഒറ്റ വാക്കാലുള്ളതോ ആയ സുഹൃതജപം ഉരുവിടാറുണ്ട്. ദൈവിക വാഗ്ദാനമുള്ള മറ്റൊരു സുഹൃതജപം ഇതാണ്: ഈശോ മറിയം യൗസേപ്പേ, ഞാൻ നിങ്ങളെ അത്യധികമായി സ്നേഹിക്കുന്നു. ശുദ്ധീകരണ ആത്മാക്കളെ രക്ഷിക്കണമേ. ശക്തി നിറഞ്ഞ മറ്റൊരു പ്രാർത്ഥന ഇതാണ്: നിത്യനായ പിതാവേ, ഈശോയുടെ ഏറ്റവും പരിശുദ്ധ രക്തം ലോകം മുഴുവനിൽ അർപ്പിക്കപ്പെടുന്ന ബലികളോട് ചേർത്ത് ശുദ്ധീകരണ ആത്മാക്കൾക്ക് വേണ്ടി അങ്ങേക്ക് ഞാൻ അർപ്പിക്കുന്നു. വീരോചിതമായ മറ്റൊരു പ്രവൃത്തി, ജീവിതകാലത്ത് നാം ചെയ്യുന്ന എല്ലാ പരിഹാരകർമ്മങ്ങളും മരണാനന്തരം നമുക്കായി അർപ്പിക്കപ്പെടുന്ന എല്ലാ പ്രാർത്ഥനകളും ശുദ്ധീകരണ ആത്മാക്കൾക്കായി ദൈവത്തിന് സമർപ്പിക്കുക എന്നതാണ്. ദാനധർമ്മം ആത്മാക്കൾക്ക് സഹായകമാണ്. വിശുദ്ധ മാർട്ടിൻ അദ്ദേഹത്തിൻ്റെ പുറംകുപ്പായത്തിൻ്റെ പകുതി ഒരു പാവപ്പെട്ട ഭിക്ഷക്കാരന് നൽകി. അത് ക്രിസ്തുവിനാണ് നൽകിയതെന്ന് പിന്നീട് അദ്ദേഹം അറിഞ്ഞു. ഈശോ പ്രത്യക്ഷപ്പെട്ട് അദ്ദേഹത്തിന് നന്ദി പറഞ്ഞു. ദൈവനാമത്തിൽ സഹായം യാചിച്ചിരുന്നത് ഒരിക്കലും നിഷേധിക്കാൻ ഡൊമിനിക്കൻ സഭയിൽപ്പെട്ട വാഴ്ത്തപ്പെട്ട ജോർദാന് കഴിഞ്ഞിരുന്നില്ല. ഒരിക്കൽ അദ്ദേഹം പേഴ്സ് എടുക്കാൻ മറന്നുപോയിരുന്നു. ആ സമയത്ത് പാവപ്പെട്ട ഒരുവൻ ദൈവസ്നേഹത്തെ പ്രതി അദ്ദേഹത്തോട് സഹായം അഭ്യർത്ഥിച്ചു. ഒന്നുമില്ല എന്ന് പറഞ്ഞു വിടുന്നതിന് പകരം അദ്ദേഹം തനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട ബെൽറ്റ് അഴിച്ചു നൽകി. പിന്നീട് അദ്ദേഹം പ്രാർത്ഥിക്കാൻ പള്ളിയിൽ കയറിയപ്പോൾ ആ ബെൽറ്റ് ക്രൂശിതനായ ഈശോയുടെ അരയിൽ കെട്ടിയ നിലയിൽ കാണുകയുണ്ടായി. അദ്ദേഹം ഭിക്ഷ നൽകിയത് ക്രിസ്തുവിനായിരുന്നു. നാം എപ്പോഴും ക്രിസ്തുവിനാണ് ഭിക്ഷ നൽകുന്നത്. അതുകൊണ്ട് നമുക്കൊരു പ്രതിജ്ഞ എടുക്കാം. നമുക്ക് സാധിക്കുന്നത്ര ഭിക്ഷ നൽകാം. പരമാവധി കുർബാനകൾ ആത്മാക്കൾക്കായി അർപ്പിക്കാം. കഴിയുന്നിടത്തോളം കുർബാനയിൽ പങ്കുകൊണ്ട് ആത്മാക്കൾക്കായി അവ സമർപ്പിക്കാം. നമ്മുടെ വേദനകളും സഹനങ്ങളും ആത്മാക്കളുടെ ആശ്വാസത്തിനായി കാഴ്ചവെക്കാം. ആത്മാക്കളെ സഹായിക്കുന്നവർക്ക് ശുദ്ധീകരണ ആത്മാക്കൾ ചെയ്യുന്ന സഹായം. വിശുദ്ധ അൽഫോൻസ് ലിഗോരി പറയുന്നു, തങ്ങൾക്കായി ഒന്നും നേടാൻ ശുദ്ധീകരണ ആത്മാക്കൾക്ക് കഴിവില്ലെങ്കിലും നമുക്കായി വലിയ വരപ്രസാദങ്ങൾ നേടിത്തരാൻ കഴിയും എന്ന്. വിശുദ്ധരെ പോലെ അവർ മാധ്യസ്ഥം വഹിക്കുന്നവരല്ല, എങ്കിലും ദൈവത്തിൻ്റെ മാധുര്യമാർന്ന പരിപാലനയിൽ വലിയ അനുഗ്രഹങ്ങൾ നമുക്കായി നേടിയെടുത്തുകൊണ്ട് നമ്മെ എല്ലാവിധ അപകടങ്ങളിൽ നിന്നും രോഗങ്ങളിൽ നിന്നും തിന്മയിൽ നിന്നും രക്ഷിക്കാൻ അവർക്ക് കഴിയും.